ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് FEGയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു FEG എന്താണെന്നുള്ളത്. അതൊരു ത്രീ കാൻഡിൽ ഫോർമേഷൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് FEG. അത് ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് FEG, എന്താണ് ബുള്ളിഷ് FEG, എന്താണ് ബെയറിഷ് FEG എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് FEG. അതായത് നമ്മളൊരു ബുള്ളിഷ് FEG ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു FEGയെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഇൻവേഴ്സ് FEG ഉണ്ടാകുന്നത്. അത് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എങ്ങനെയാണെന്നുള്ളത് ചാർട്ടിലും ഞാൻ ഇപ്പോൾ ഒരു വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ FEG എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? അതായത് ഒരു ത്രീ കാൻഡിൽ ഫോർമേഷൻ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കാൻഡിൽ, ഇപ്പോൾ ഒരു ബുള്ളിഷ് FEGയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ചെറുതായിട്ടൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ കാൻഡിൽ, ഇത് രണ്ടാമത്തെ കാൻഡിൽ, ഇത് മൂന്നാമത്തെ കാൻഡിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു ബുള്ളിഷ് FEG ഫോം ആവുന്നത്. ഓക്കെ, 1 2 3 ആ ഒരു രണ്ടാമത്തെ ക്യാൻഡിൽ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ ഒരു പ്രൈസിൻ്റെ ആ ഒരു റേഞ്ചിലോട്ടോ ഈ ഒരു ക്യാൻഡിൽ ഈ ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ റേഞ്ചിലോട്ടോ വന്നിട്ടില്ല. അപ്പം അവിടെ ആ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു FEG ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ആ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഇൻവേഴ്സ് FEG എന്നാണ് പറയുന്നത്. ആ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. നമുക്ക് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഏതെങ്കിലും ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഓക്കെ, അതായത് ബെയറിഷോ ബുള്ളിഷോ, ചിലപ്പോൾ കൺസോൾട്ടേഷൻ ഒക്കെ ഉണ്ടാവാം. ആ ഒരു റേഞ്ചിൽ തന്നെ 2-3 ക്യാൻഡിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടായിരിക്കും. അതായത് ഈ പ്രൈസ് പോയിന്റ്, അതായത് ബോഡി അല്ല, അത് വിക്കല്ല, ബോഡിയാണ് ക്ലോസ് ചെയ്യേണ്ടത് ഒരു ക്യാൻഡിലിൻ്റെ. ഈ ഒരു ബുള്ളിഷ് FEG ഉണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ഒരു ബുള്ളിഷ് FEG ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രൈസ് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ അതായത് ഓവർലാപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഈ ഒരു ബുള്ളിഷ് FEGനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബുള്ളിഷ് FEG അവിടെ ഇൻവാലിഡ് ആവുകയാണ്. അപ്പോൾ ആ ഒരു ബുള്ളിഷ് FEG അവിടെ ഇൻവാലിഡ് ആവുകയും പകരം അവിടെ ഇൻവേഴ്സ് FEG ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് FEG. ഇത് തന്നെയാണ് ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ബെയറിഷ് ആയിട്ടുള്ളത്. അതായത് ബെയറിഷ് ആയിട്ടുള്ളൊരു FEG ഉണ്ടാവുന്നു. ദെൻ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ആ ഒരു FEGനെ പ്രൈസ് അല്ലെങ്കിൽ ഒരു ക്യാൻഡിലും കാര്യങ്ങളൊക്കെ ഓവർലാപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇൻവേഴ്സ് ആവും. നമുക്ക് ഇപ്പോൾ ഒരു ബുള്ളിഷ് FEG, അതായത് ഒരു ബുള്ളിഷ് FEGനെ മാർക്കറ്റ് ഇതുപോലെ അതായത് ക്ലോസ് ചെയ്ത്, അതായത് ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വരും. FEG അതൊരു റിവേഴ്സ് FEG ആയിട്ട് പിന്നെ അത് ആക്ട് ചെയ്യും ഇൻവേഴ്സ് ആയിട്ട്. അതായത് നമുക്കൊരു ബുള്ളിഷ് FEG എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെ നിന്ന് നമുക്കൊരു ബൈ ട്രേഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ആ ഒരു FEGനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്താണ്, അത് ഇൻവേഴ്സ് ആവുമ്പോൾ നമ്മൾക്ക് ആ ഒരു FEGയിൽ നിന്ന് പിന്നെ ഇപ്പോൾ ബുള്ളിഷ് FEG ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ബുള്ളിഷ് FEGയിൽ പിന്നെ സെല്ലാണ് എടുക്കുന്നത്. ബെയറിഷ് FEG ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ബൈ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടായിരിക്കും പിന്നെ റിവേഴ്സൽ പോകുന്നുണ്ടാവുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് FEG എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ചാർട്ടിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ആവുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 1 2 3 ഈ ഒരു 3 കാൻഡിൽ ഫോർമേഷനിൽ ഇവിടെ ഒരു ബെയറിഷ് FEG ഓൾറെഡി ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ആ ഒരു FEGനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു FEG പൂർണ്ണമായിട്ടും ഇൻവാലിഡേറ്റ് ആയി. ദെൻ അത് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു FEGയിലോട്ട് വന്നിട്ടാണ് പിന്നെ റിവേഴ്സിലും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബെയറിഷ് FEG നേരെ ഇൻവേഴ്സ് ആയിട്ട് ഒരു ബുള്ളിഷ് FEG ആയിട്ട് മാറുകയാണ്. അതായത് നമുക്കൊരു POI ആയിട്ട് തന്നെ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ. അതായത് ഇതാണ് ഒരു ബെയറിഷ് FEG ആയിരുന്നു. ദെൻ അത് ഇൻവേഴ്സ് FEG ആയി നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയി മാറി. ഞാൻ ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾസ് ആണ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് FEGസും കാര്യങ്ങളുണ്ടാവും. ഇനിയൊരു ബുള്ളിഷ് FEG നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിളത്തെ ലാസ്റ്റത്തെ FEG ആണ്. ഈ ഒരു സിംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബുള്ളിഷ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള FEG. പിന്നുള്ളത് ഈ താഴെയുള്ള ഈ ഒരു FEG ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു FEGനെ ഈ ഒരു ക്യാൻഡിലാണ് ഇത് ബ്രേക്ക് ആയിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ബ്രേക്ക് ആയിട്ടുള്ളത്. ദെൻ
മാർക്കറ്റ് അപ്പോൾ തന്നെ ആ ഒരു ക്യാൻഡിലോട്ട് ആ ഒരു എഫ് ഇ ജിയിലോട്ട് ഇൻവേഴ്സ് എഫ് ഇ ജിയിലോട്ട് റിവേഴ്സൽ അതായത് ബുള്ളിഷ് ആയിട്ടുള്ളൊരു എഫ് ഇ ജി ആർന്ന് ദെൻ അത് ബ്രേക്ക് ചെയ്തു അപ്പോൾ ദെൻ ഇൻവേഴ്സ് എഫ് ഇ ജി ആയി മാറി ദെൻ അതിലോട്ട് മാർക്കറ്റ് വന്നു ദെൻ മാർക്കറ്റ് താഴേക്ക് പോയി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ബട്ട് പവർഫുൾ ആണ്. എഫ് ഇ ജി പോലെ തന്നെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.